ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കോരും മനി. എന്റെ ടിനിയണ്ണനെ കണ്ട? എന്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി എത്ര വർഷമായിട്ട് എൻ്റെ ആഗ്രഹം എന്നറിയോ? എൻ്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നുവരെ ഞാൻ തളർന്ന് ഞാനാണ്. എൻ്റെ ടിനിയണ്ണനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എൻ്റെ ടിനിയണ്ണ ഇവിടെ വരുമോന്ന് പറഞ്ഞ് എൻ്റെ ടിനിയണ്ണ കാണാൻ പറ്റുമോ? നിങ്ങൾ ആരാ മനസ്സിലായില്ല ഞങ്ങക്ക്? കുഞ്ഞിക്കണ്ണൻ. നിങ്ങളെ ടിനിയണ്ണനെ കാണാൻ വന്നതാണെങ്കിൽ അത് ടിനിയണ്ണൻ ഉള്ളടത്ത് പോയി കാണണ്ടേ? ടിനിയണ്ണനെ കാണാമെന്ന് എനിക്ക് ചിറകില്ലല്ലോ, പുള്ളി എപ്പോഴും യാറില്ലല്ലേ, മറന്നല്ലേ. ഇവിടെ വരുമെന്നൊന്ന് കാണാൻ പറ്റുമോ? ടിനിയണ്ണനെ ഒന്ന് കാണിച്ചേരാ, എവിടെ നിന്നെങ്കിലും ഒന്ന് കാണിച്ചേരാൻ പറ്റുമോ ടിനിയണ്ണനെ? ടിനിയണ്ണൻ വന്നല്ല. നിങ്ങളാരാണ്? അപ്പൊ എന്നെ അറിയില്ലേ? ഞാനാണ് ട്രോളർ സാബു. എല്ലാരും വിളിക്കുന്നത് നിമിഷ ട്രോളർ സാബു എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ല. ആരെങ്കിലും എന്നെ ഒക്കെ ഒന്ന് ചിരിച്ചില്ല, അപ്പൊ ഞാൻ ട്രോള് പോയി. പിന്നെ എനിക്ക് ടിനിയണ്ണനെ കാണണം. എനിക്ക് ടിനിയണ്ണനെ കാണാൻ പറ്റും. നീ പറഞ്ഞോ, നീ എന്നെ കൊഞ്ഞനെ കുത്തണ എന്തിനാ? എന്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ നടന്നു. നീ നിർത്തിക്കേ. എനിക്കിത് കണ്ടിട്ട് വേറെ എന്തോ പോലെ മറ്റിങ്ങനെ കീ കൊടുക്കുമ്പോ ഇങ്ങനെ കൊട്ടണ പാവയില്ല. ഇങ്ങനെ നീ ആരാ ശരിക്കും? കുഞ്ഞിക്കണ്ണ, ഞാൻ തിരുവനന്തപുരത്തുനിന്ന് എന്റെ ടിനിയണ്ണ അറിയോ നിങ്ങൾക്ക്? എന്റെ ടിനിയണ്ണ ആരാന്നറിയോ? എന്റെ ടിനിയണ്ണ ചെയ്യും പോലെ നടന്മാരെ സൗണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്റെ ടിനിയണ്ണ മമ്മൂട്ടിനെയും ചെയ്യും, അമിതാഭ് ബച്ചനെയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? രണ്ടും ഒരുപോലെ ഇരിക്കും. എന്റെ ടിനിയണ്ണ ഇതെന്താ കയ്യില്? എന്തിനുള്ളത്? ഞാൻ എല്ലാ പാവങ്ങൾക്കും ആഹാരം മേടിച്ചു കൊടുക്കുന്നു. നമുക്കതൊക്കെ അല്ലേ എണ്ണ പറ്റുമോ? നിന്റെ യാത്ര തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അന്നേരം 150 വട ഉണ്ടായിരുന്നല്ലോ, ബാക്കി എന്ത് ചെയ്യും? ഒരു പാവപ്പെട്ട നടന്ന് തളർന്നു വന്നപ്പോ അവന് കൊടുത്ത്. ആര്? കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ പാവാണ് അവന് കൊടുത്ത്. വട മൊത്തം നീ തിന്നാ? നിക്ക് ഞാൻ പറയാ. നിനക്ക് കല്യാണം കഴിഞ്ഞാ? നമ്മക്കൊക്കെ ആരും നമ്മക്കല്ല, നിനക്ക്. എനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും പെണ്ണ് കിട്ടും. ഞാൻ ഇപ്പൊ വേണേ പെണ്ണ് കാണിച്ചു തരാം. പെണ്ണ് കിട്ടുമല്ലെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ആ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന പെങ്കുച്ചില്ലേ, മേളിന്ന് രണ്ടാമത്തെ റോയിലിരിക്കുന്നു, ആ കേളിയായിട്ടുള്ള മുടിയില്ലേ, ഈ പുള്ളിയാ. കണ്ണ് നല്ല മാൻപേടയുടെ കണ്ണാ. ചിരിയാണെങ്കിൽ എന്റെ പൊന്നെന്താ. ഹലോ, ഒരുപാട് പറഞ്ഞിക്കല്ലേ, കോടതിയുടെ നിയമമാണ്, അകത്ത് നോക്കട്ടെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? എനിക്കിതൊക്കെ അറിയാൻ പണ്ട. ഞാൻ ആരാണ്? ഞാൻ എന്റെ പൊന്നിട്ട് എനിച്ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ സാധനത്തെ ഒന്ന് വിളിച്ചോണ്ട് പോവോ? നമസ്കാരം. നമസ്കാരം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന? പിന്നെ ഞാൻ പറഞ്ഞു വന്നില്ലേ? അത് മനസ്സിലായി, ഒത്തിരി ദൂരത്ത് വന്നെന്ന് മനസ്സിലായി. അതെ, ഒരു ചെറുക്കൻ ഇവിടെ വന്നിട്ട് ഭയങ്കര ശല്യം. ചേട്ടന്റെ കട്ട ഫാനാണ്. എന്റെ ഫാനാ? പിന്നെ എപ്പോ തൊട്ട് തുടങ്ങി എനിക്ക് ചേട്ടനെ കാണണം. ബഹളം. എവിടെ? ഒന്ന് സമാധാനിപ്പിച്ചേക്ക്. കുഴപ്പമില്ല. ഞാനേ കണ്ടുള്ളൂ. എന്ത്? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനും കണ്ടായിരുന്നു. എന്ത്? ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ. എന്റെ ഫാനാണത്. കട്ട ഫാനാണ് ചേട്ടാ. ഞാൻ കാത്തിരിക്കായിരുന്നു ഇതുപോലൊരു ഫാനിനെ കാണാനായിട്ട്. എന്റെ ടിനിയണ്ണന് കൊട്. എന്ത്? എന്റെ ടിനിയണ്ണന് കൊട്. ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കാനാ? എന്നെ പറ്റി പറഞ്ഞു കൊടു. എന്നെ പറ്റി പറയാനാ? അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും ചേട്ടൻ അറിയാൻ പറ്റും. ചേട്ടാ തിരുവനന്തപുരത്ത് നിന്ന് നടന്നു വന്നേക്കാണ് ചേട്ടനെ കാണാനായിട്ട്. അത്ര കട്ട ഫാനാണ് പുള്ളി. അല്ല അത് പറയാൻ നിങ്ങളാരാണത്? ഞാനാരെന്നാ? എന്നോട് ചൂടായതാണാ? ചൂടായതല്ല, അല്ല ടോൺ മാറ്റി സംസാരിച്ചാണാ? ടോൺ മാറ്റി സംസാരിച്ച? അല്ല ടോൺ മാറ്റിയതാണ് ഇവരും അറിയും. എന്ത് വിവരം? ഇവരെ അറിയൂപ്പ. എന്ത് വിവരം? അയച്ചു നോക്ക്. ഇതാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും എടുക്കുന്നത്. ഇതൊക്കെ എന്റെ അടുത്ത് പറയാൻ ഞാൻ ആരാണ്? അല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. കണ്ടന്റാ? എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. താൻ കണ്ടന്റ് ഉണ്ടാക്കണ ആളാണ്. പിന്നെ എന്റെ കല്യാണം പോലും ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി മുടക്കി കളഞ്ഞവനാ. എന്ത് കഷ്ടമാണല്ലേ പറയുന്നത്.